ഹലോ, കാരിയിലെത്തിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോകുന്നത്. നല്ല ജെറ്റ് ലാഗ് ഉണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് പോയാലേ ഒന്ന് ഫ്രഷ് ആയിട്ട് തോന്നുള്ളൂ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങി. അഭിനവ് ഫുഡെല്ലാം ഹീറ്റ് ചെയ്ത് കഴിക്കുന്ന രീതിയിലുള്ള പാക്കേജിങ്ങിലാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വരുമ്പം ഗ്രോസറി ഒക്കെ പ്രോപ്പറായിട്ട് വാങ്ങിച്ച് കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പബ്ലിക്സ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു മലയാളി ലേഡി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. ഈ ഫ്ലവേഴ്സ് ഒക്കെ റിയൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അതേപോലെ ഇവിടുത്തെ വെറൈറ്റി ഓഫ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഉണ്ട്. അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണിത്. ഇവിടെ ഞാൻ ഇടയ്ക്ക് ടൈം പാസിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2 പ്രാവശ്യം വന്ന് ഇങ്ങനെ ചുമ്മാ ഇവിടെ ഒന്ന് കറങ്ങി നടന്നിട്ട് പോയി. ഒരു 1-1.5 മണിക്കൂർ വെറുതെ കറങ്ങി നടക്കാൻ ആണെങ്കിലും നമുക്ക് ബോറടിക്കില്ല. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ കപ്പ് കേക്ക്സ് ആണ് കേട്ടോ. കേക്ക്സും പല വെറൈറ്റി ഉണ്ട്. അതേപോലെ കുക്കീസ്, പിന്നെ മഫിൻസ്, അല്ലാത്ത കേക്കുകൾ, നല്ല ബ്രെഡ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ഇതെല്ലാം കുക്കീസിന്റെ വെറൈറ്റി ആണ് കണ്ടോ. എന്ത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയി പോകും. അത്രയധികം ആ, എന്താണ് പറയുന്ന സ്പോയിൽഡ് ഫോർ ചോയ്സ് എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടുത്തെ ഐറ്റംസ് ഉള്ളത്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ ബ്രെഡാണ്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബേക്കറി സെക്ഷൻ ഉണ്ട്. അവിടെ ബേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അഭിനവും ചിന്നും കൂടെ ഗ്രോസറി വാങ്ങിക്കാൻ വന്നിട്ട് ഇവിടെ മഫിൻ ഏത് വാങ്ങിക്കണം എന്നുള്ള ഡിസ്കഷനിലാണ്. ഉള്ളി കണ്ടോ, നല്ല വലിയ ഉള്ളിയാണ്. അതേപോലെ തന്നെയാണ് ടൊമാറ്റോയും. ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര സൈസിലാണ് വരുന്നത്. ആപ്പിൾസിന്റെ ഒരുപാട് വെറൈറ്റി ഞാൻ കണ്ടു. ഏത് ആപ്പിൾ എടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അതേപോലെ റാസ്ബെറി, സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, അങ്ങനെ ഇല്ലാത്ത ബെറീസ് ഒന്നുമില്ല. ഇതിലും കുറച്ചെടുത്തു. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇതിന്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ റിയൽ ഫ്ലവേഴ്സ് ആണ്. അത് മണ്ണിലാണ് കുത്തിവെച്ചിരിക്കുന്നത്. ഇത് പല രീതിയിലുള്ള സാലഡ് ഡ്രസ്സിംഗ് ആണ്. അതേപോലെ വൈൻ ഷോപ്പും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇഷ്ടം പോലെ വെറൈറ്റിയാണ് അവിടെയും ഉള്ളത്. അത് മാത്രമല്ല, ഇവിടെ ഒരു മീറ്റ് ആൻഡ് സീ ഫുഡ് സെക്ഷൻ കൂടെ ഉണ്ട്. അവിടെയും ഇഷ്ടം പോലെ വെറൈറ്റിയാണ്. മാരിനേറ്റഡ് ആൻഡ് റോ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. നമുക്ക് കട്ട് ചെയ്ത് തരും. ഞാൻ സാൽമൺ ആണ് വാങ്ങിച്ചത്. അതേപോലെ സ്കിൻ കെയർ സെക്ഷൻ, ഡിറ്റർജന്റ് ആൻഡ് ക്ലീനർ സെക്ഷൻ, എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് വെറൈറ്റിയാണ്. നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. റെവലോണിന്റെയും മേബിലിന്റെയും ലോറിയലിന്റെയും ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഇന്ത്യയിൽ കിട്ടാത്ത പല പ്രോഡക്ട്സ് ഇവിടെ കിട്ടും. അതൊക്കെ പിന്നീട് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല. അതേപോലെ ഫാർമസിയും ഉണ്ട്. ഡോളറിന്റെ വാല്യൂ കൂടിയതുപോലെ തന്നെ വിലയും സാധനങ്ങളുടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് കുറെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി.